കൂട്ടാത്ത പെട്രോളില്ലേ? പെട്രോൾ കാണിക്കുന്നുണ്ടല്ലോ. പെട്ടെന്നൊന്നും സംഭവം നല്ല ചൂടുണ്ടല്ലോ കൂട്ടാ. ടെമ്പറേച്ചർ വർക്ക് ചെയ്യുന്നില്ലേ? റെഡ് കത്തുന്നുണ്ടോ? നല്ല ചൂടാവുന്നുണ്ട്. പെട്രോള് കയറ്റുണ്ടാ? പെട്രോൾ ഉണ്ട്. ഞാൻ കയറ്റം കയറി വരുമ്പോ പെട്ടെന്ന് ഈ കയറ്റം കയറിയിട്ടാ. ഇത് നല്ല ചൂടാവുന്നട്ടാ. ആ ഇതിലിപ്പോ കൂളന്റ് എങ്ങനെയുണ്ട് നോക്കലുണ്ടാ? ഇതില് കൂളന്റ് കുറവാന്നല്ല കൂട്ടാ. കൂളന്റ് കുറവാണ്. ഇതുപോലത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. റണ്ണിങ്ങിൽ ചൂടാവുക, ഓവർ ടെമ്പറേച്ചർ കാണിച്ച് വണ്ടി ഓഫ് ആവുക, അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കയറ്റങ്ങൾ കയറുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. ചൂടാവുക, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥേൻ്റെ ചൂട് കൂടുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഇഞ്ചിനും ഓവർ ചൂടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂളിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റേഡിയേറ്റർ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇതൊന്ന് കംപ്ലൈൻ്റ് ആയിട്ട് അഴിച്ചു വെച്ചതാണ്. ഇതിൽ കുത്തനെ കാണുന്ന ഈ ഭാഗമാണ് ഷെല്ല്. ഇതുപോലത്തെ അനേകം ഷെല്ലുകൾ ഇതിലുണ്ട്. ചിലതിന് 1 ലൈനുണ്ട്, ചിലതിന് 2 ലൈനുണ്ട്, 3 ലൈനുണ്ട്, 4 ലൈനുണ്ട്. ഈ കാണുന്ന ഭാഗമാണ് എയർ വലിച്ചെടുത്തിട്ട് കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നെറ്റ് പോലത്തെ ഭാഗം. ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് അടഞ്ഞതായി തോന്നുന്നുണ്ടെങ്കിലും ഇതിന് എയർ പാസിങ് സൗകര്യം ഉണ്ട്. അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറുവശം കാണാൻ പറ്റും. റണ്ണിങ്ങിൽ ടെമ്പറേച്ചർ കുറക്കുവാനും എയർ സർക്കുലേഷൻ കൂട്ടുവാനുമാണ് ഇത്തരം സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ മറുവശം ഒന്ന് നോക്കാം എന്തൊക്കെ ഫിറ്റിങ്സ് അതിലുണ്ട് എന്ന്. കൂളൻ്റ് ഇഞ്ചിനിലേക്ക് സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പൈപ്പാണ് ഈ കാണുന്നതും ഒന്ന് താഴത്തേതും. അങ്ങനെ 2 പൈപ്പ്. ഈ കാണുന്നതാണ് കൂളൻ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാപ്പ്. ഇത് അഴിച്ചിട്ട് കൂളൻ്റ് ചേഞ്ച് ചെയ്യാം. കൂളിംഗ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് കൂളൻ്റ് റിസർവ് ടാങ്ക്. ഈ കാണുന്നതാണ് റിസർവ് ടാങ്ക്. ഇതിൽ കൂളൻ്റ് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലോ, ഫുള്ള്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് കൂളൻ്റ് ഫില്ല് ചെയ്യണം. അതിൽ കൂടുതലാകാനും പാടില്ല, കുറയാനും പാടില്ല. ഈ അളവിൽ കുറഞ്ഞാലും കൂടിയാലും നേരത്തെ കാറിൽ കണ്ടതേപോലെ ചൂട് കൂടുന്നതായിരിക്കും. അത് എഞ്ചിനെ ബാധിക്കും. കൂളിംഗ്, ഫില്ലിംഗ് ഗ്യാപ്പും സർക്കുലേഷൻ പൈപ്പുമാണ് ഈ കാണുന്നത്. ഇത് കൂളന്റ് ഒഴിക്കുന്നതല്ലേ? ഇത് നേരെ എഞ്ചിനിലേക്ക് പോയ അല്ലല്ല. ഈ കൂളന്റ് എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിലേക്ക് പോയിട്ട് അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിലേക്ക് പോകുള്ളൂ. ഇഞ്ചിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഈ റേഡിയേറ്റർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഡിയേറ്ററിന് നേരത്തെ കാണിച്ച ആ പൈപ്പിൽ നിന്ന് ഇഞ്ചിനിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഇതുപോലത്തെ റബ്ബർ ഹോസ് വെച്ചിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഓരോ വാഹനത്തിനും വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത അളവിലും വ്യത്യസ്ത മോഡലിലെ പൈപ്പുകൾ ഉണ്ടാവും. ഏതായാലും ഈ മോഡലിലെ റബ്ബർ ഹോസ് വെച്ചിട്ടാണ് എല്ലാറ്റിനും കണക്ഷൻ കൊടുക്കുന്നത്. ഇത് കാണുന്നതാണ് കൂളൻ്റ്. ഇതിൽ പല കളറിലും വരുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെ പല കളറിലും ഓരോ വാഹനത്തിനും അതിൻ്റേതായ കളറിൽ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് കൂളൻ്റ്. ഇത് ഒരു ഗ്രീനാണ്. ഇതിൻ്റെ റെഡും ബ്ലൂ എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് റേഡിയേറ്ററിൻ്റെ പുറമെയാണ്, ഔട്ട്സൈഡാണ്. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഈ റേഡിയേറ്ററിൻ്റെ ഈ ടോപ്പ് അഴിച്ചെടുത്തതിന് ശേഷം ഉള്ളിൽ ഷെല്ല് ബ്ലോക്കിലതും അതുപോലെ തന്നെ ബ്ലോക്ക് ഒഴിവാക്കുന്നത് ക്ലീൻ ചെയ്യുന്നതാണ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത്. അടുത്തത് ക്ലീൻ ആക്കുന്ന സെക്ഷനിലേക്ക്. ഇത് ടോപ്പ് അഴിച്ചു മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇത് ഒറ്റ ലൈന് ഷെല്ലിൻ്റെ വെള്ളിമുങ്ങേൻ്റെ ഏറ്റവും ചെറിയ റേഡിയേറ്ററാണ് ഈ കാണുന്നത്. ഇത് കാണുന്ന ഭാഗങ്ങളെല്ലാം ബ്ലോക്ക് ആയി നിൽക്കുന്നതാണ്. അത് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ കുത്തിയിറക്കുന്ന സ്റ്റിക്ക് നല്ല ഫ്രീ ആയിട്ട് ഇറങ്ങേണ്ടതാണ്. ഇപ്പോൾ ഇറക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അതിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ അത് കഴുകി അതിൽ ആസിഡ് ഇതെല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കി അത് നല്ല ഫ്രീ ആക്കിയാൽ മാത്രമേ വെള്ളം സർക്കുലേഷൻ ആവുള്ളൂ. അപ്പോൾ പുറമെ നമ്മൾ റിസർവ് ടാങ്കിൽ കൂളൻ്റ് ഉണ്ടെങ്കിലും
ചൂടാകുന്ന ചില കംപ്ലൈൻറ്റുകൾ പിന്നീട് വരുന്നതും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം വാട്ടർ ലെവൽ, കൂളൻ്റ് ചെക്ക് ചെയ്യുക എന്നത് തന്നെയാണ്. അത് ഓയിൽ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ കൂളൻറ്റും ചെക്ക് ചെയ്യുക. കൂളൻ്റ് ലെവൽ കറക്റ്റ് ചെയ്താലും ഈ ടെമ്പറേച്ചർ ലെവൽ കൂടുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റേഡിയേറ്റർ, അടുത്തത് ഫാൻ ബെൽറ്റ്, പിന്നീട് വാട്ടർ പമ്പ്, പിന്നീട് വരുന്നതാണ് ഇഞ്ചൻ ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ്. ഈ പറഞ്ഞ കാരണങ്ങളിൽ എന്തുകൊണ്ടാണ് ചൂടാകുന്നതെന്ന് മനസ്സിലാക്കാൻ ചില പൊടിക്കൈകളെല്ലാം ഉണ്ട്. അതിന് ഒന്നാമത്തത് നമ്മുടെ ഈ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം, വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. നമ്മുടെ ഇഞ്ചൻ ഒരു 100 120 ഡിഗ്രിയിൽ ചൂടാകുന്നു എന്ന് കരുതുക. എന്നാൽ റേഡിയേറ്റർ നല്ല തണുപ്പുമാണ് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിലെ കൂളൻ്റ് സർക്കുലേഷൻ ഇല്ല. ഇപ്പോൾ കാണുന്നത് ഈ അടഞ്ഞ ഷെല്ല് ഓപ്പൺ ആക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ഏകദേശം പൂർത്തിയാകാറായി. ഇങ്ങനെ കുത്തി ക്ലീനാക്കിയതിന് ശേഷം സർഫും അതുപോലെ തന്നെ മറ്റ് കെമിക്കലും വെള്ളവും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് സർവീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ക്ലീനാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് വരുന്ന ചളിയും അതുപോലെ തന്നെ മണ്ണും ഇതെല്ലാം നമുക്ക് കാണാം. മണിക്കൂറുകൾ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പണിയാണിത്. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ക്ലീനാക്കണമെങ്കിലെല്ലാം ഒരുപാട് സമയങ്ങൾ വേണം. അതിൻ്റെ ടോപ്പ് കവറ്, അടുത്തത് റീസെറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗമ്മും അതിൻ്റെ ടോപ്പ് കവറെല്ലാം ഇപ്പോൾ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് ഇനി നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഗം ഇട്ടതിന് ശേഷം റബ്ബർ സീൽ വെച്ച് അതിനെ ഒരു പ്രത്യേക ക്ലിപ്പ് വെച്ചിട്ട് പ്രസ് ചെയ്ത്, ഫൈബർ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം ചെറിയ ഒരു അലുമിനിയം ലോക്കാണ് ഇപ്പോൾ അടിച്ച് ലോക്കാക്കുന്നത്. അത് ആയിക്കഴിഞ്ഞാൽ അത് സെറ്റായി. റേഡിയേറ്ററിൻ്റെ കാര്യം പറയുമ്പം പ്രധാനപ്പെട്ട ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള ക്യാപ്പ് പോലെയല്ല റേഡിയേറ്ററിൻ്റെ ക്യാപ്പ്, അതൊരു പ്രഷർ ക്യാപ്പാണ്. ടെമ്പറേച്ചർ ലെവൽ വർദ്ധിക്കുമ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയും ഇതിൻ്റെ അകത്തുള്ള മർദ്ദം, ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം പുറന്തള്ളുകയും ചെയ്യുന്ന വാൾവ് അടക്കം ഉള്ളതാണ് ഇതിൻ്റെ ക്യാപ്പ്. അതിന് സ്പ്രിങ് ആക്ഷനും റബ്ബർ സീലും അടക്കം ഉള്ളതാണ്. അപ്പോൾ റബ്ബർ സീലും റബ്ബറും എല്ലാം പോയി കഴിഞ്ഞാൽ ഇതിൽ ചൂടാകാനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ വർദ്ധിക്കാനും ഇതൊരു കാരണമാകും. അതുകൊണ്ട് ക്യാപ്പ് നല്ലത് തന്നെ ഉപയോഗിക്കണം. ഫൈനലി വെള്ളമൊഴിച്ച് ലീക്ക് ചെക്കിംഗ് ആണ്. കൂളിങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം മാത്രമാണിത്. ഈ കാണുന്നത് കുറച്ച് വലുതാണ്. ഇനി 2 ലൈൻ ഉണ്ട്. അങ്ങനെ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ പല വലുപ്പത്തിലും കൂടുതൽ ലൈനുമുള്ള നിരവധി റേഡിയേറ്ററുകൾ ഉണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.